ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം വിവിധ സഭകളിൽ, അപ്പസ്തോലിക സഭകളിൽ പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും കുർബാന കാണുകയും കുർബാന അനുഭവിക്കുകയും എല്ലാം ചെയ്യുന്ന, പുരോഹിതന്മാരെ അംഗീകരിക്കുകയും കൂദാശകളെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പൗരോഹിത്യ സഭകളിൽ വിശ്വസിച്ച് അവിടെ ചേർന്ന് നിൽക്കുന്നവരാണ്. ഞാൻ യാക്കോബായ സഭയിലുള്ള ഒരു അംഗമാണ്. മാർത്തോമ സഭയിലും ഇവാഞ്ചലിക്കൽ സഭയിലും കത്തോലിക്ക സഭയിലും CSI സഭയിലും മറ്റ് വിവിധ സഭകളിൽ, എപ്പിസ്കോപ്പൽ സഭകളിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന രംഗമാണിത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ജീവനുള്ള ക്രിസ്തുവാണ്. ഇവിടെ ഏതെങ്കിലും വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ കൂടെ കൂടെ ഇത് പറയുന്നത്? ഒരിക്കലും നിങ്ങൾ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും പിന്നാലെ നടക്കരുത്. ഒരു വ്യക്തിയോ ഒരു കൂട്ടായ്മയോ ഏതാനും ചില ദൈവമക്കളോ അല്ല നമ്മെ രക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. ഞങ്ങളോട് ആരോട് പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച്, ദൈവമക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. പക്ഷെ ഏതൊരു കാര്യം വന്നാലും വേഗം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഉടനെ തന്നെ ഫോൺ എടുത്ത് കറക്കി പറയരുത്. നമ്മൾക്ക് വിശ്വാസം വേണം, നമുക്ക് ഓരോരുത്തർക്കും. ഞാനൊരാൾ ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുത്തുകൊണ്ട്, പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട്, എനിക്ക് ഈ ലോകത്തിന് അനുരൂപനായി ജീവിക്കണ്ട എന്ന് വ്യക്തമായി തീരുമാനമെടുത്തിട്ട്, അഥവാ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നിന്നിട്ട്, നിങ്ങൾ ജീവനുള്ള ക്രിസ്തുവിൻ്റെ മകനും മകളുമായി നിന്നിട്ട് ഏത് കാര്യം നിങ്ങൾ ചോദിച്ചുകൊള്ളൂ വിശ്വാസത്തോടെ, കർത്താവ് സാധിച്ചു തന്നിരിക്കും. ഒരു പക്ഷേ ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ നടന്നില്ലായിരുന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളായി പ്രാർത്ഥിച്ചു, ആ കാര്യം നടക്കാത്തത് എന്താ? ഞാൻ നല്ല വിശ്വാസത്തോടുകൂടിയാണല്ലോ പ്രാർത്ഥിച്ചത്. ഞാൻ പലരോടും പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുന്ന കാര്യം പലരോടും ആവശ്യപ്പെട്ടല്ലോ, പറഞ്ഞല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് ആ കാര്യം നടക്കാത്തത്? ചില കാര്യങ്ങളെല്ലാം നടക്കുമെന്നല്ല പറഞ്ഞത്. ഏതൊരു കാര്യം പ്രാർത്ഥിച്ചാലും ഒരു ദൈവ പൈതലായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. ഒരുപക്ഷേ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് എന്താണ് ആവശ്യമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അത് വിശ്വാസികളായിരിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വിശ്വാസമെന്ന്. ഇവിടെ എഴുന്നേറ്റ് നിന്റെ യേശുവിനെ സാക്ഷിക്കണമെന്ന് കൊതിക്കണം. എങ്ങനെ സാക്ഷിക്കണം? ജീവിതത്തിൽ ഇല്ലാത്ത ഒരിക്കലും മിണ്ടരുത്. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ പറയണം. ജീവിതം ക്രിസ്തുവിന് വിട്ടുകൊടുത്താൽ, പാപത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞാൽ, ജീവനുള്ള ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ യോഗ്യത നോക്കിയിട്ടോ, അവരുടെ പാണ്ഡിത്യം നോക്കിയിട്ടോ, അവരുടെ കുടുംബമഹിമ നോക്കിയിട്ടോ, അവരുടെ പഴയകാലം നോക്കിയിട്ടോ, അവരേതെങ്കിലും കാര്യത്തിനകത്ത് കൊള്ളാവുന്നവരായി ജീവിച്ചതാണെന്ന് കണ്ടിട്ടോ ഒന്നും അല്ല കർത്താവ് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിശ്ചയമായി ഉറയ്ക്കണം, ജീവനുള്ള ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരാനിടയായത്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ മാത്രമേ രക്ഷയിൽ എത്തുമെന്നാണോ പറഞ്ഞ അതിൻ്റെ അർത്ഥം? അല്ല. ഇവിടെ സത്യവചനമാണോ പറയുന്നത്? എങ്ങനെ അറിയാം? കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരും. പാപബോധം കിട്ടുന്നു. ഞാനൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ്, എനിക്ക് തിരുത്താനേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ്. ഞാൻ ഇന്നലെ രാത്രിയിൽ വളരെ ലേറ്റായിട്ട് ഇങ്ങോട്ട് പോരുന്ന സമയത്ത്, കർത്താവേ ഇന്ന് വചനം പറയാൻ എനിക്ക് എന്നോട് എഴുന്നേക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അല്പനേരം എനിക്ക് വചനം പറയണം. ഞാൻ എന്ത് പറയണം കർത്താവേ? ഇങ്ങനെ ആലോചിച്ച് പോരുമ്പോൾ, ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അനേകർക്കും വിശ്വാസമില്ല. കുറ്റപ്പെടുത്തുമല്ല ആരെയും. വിശ്വാസമില്ല എന്നുള്ളത്
ഒരു പോരായ്മയായിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. നാം തികഞ്ഞ വിശ്വാസികളായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുവേണ്ടിയാണ് അത് പറഞ്ഞു തരുന്നത്. പോന്ന വഴിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തെല്ലാം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഏതാനും നാൾ കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നു, അതങ്ങനെ സ്വാഭാവികമായിട്ടും സൗഖ്യമായതാണ്. ചിന്തിക്കരുത്. നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് യാചിച്ചാലും കർത്താവ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം 58-ാമത്തെ വാക്യം. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. അവിശ്വാസം നിമിത്തം. അവിശ്വാസിയാണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഏത് സമയത്തും തികഞ്ഞ വിശ്വാസികളായിരിക്കണം. മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും നോക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഞങ്ങൾക്ക് നോക്കാനും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനും ഒരേ ഒരു വ്യക്തി മാത്രം. അതാരാണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശു. നിങ്ങൾ തന്നെത്താനിരുന്ന് പ്രാർത്ഥിക്കണം, തന്നെത്താനിരുന്ന് മുട്ടുമടക്കണം, എന്നിട്ട് തന്നെത്താൻ കർത്താവിനെ വിളിക്കണം. കർത്താവ്, എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന ഭാരമുണ്ട്. കർത്താവ്, എൻ്റെ വിവാഹത്തിൻ്റെ കാര്യം. നിങ്ങൾ കൃത്യമായി പറയണം കർത്താവിനോട്. പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? കർത്താവ്, എനിക്കൊരു തക്ക തുണയെ തരണമേ. എന്നിട്ട് പറയണം, കർത്താവ്, എൻ്റെ ആഗ്രഹം നടക്കണ്ട. എനിക്ക് തക്ക തുണയെ കിട്ടണം, തക്ക തുണയെ കിട്ടണം ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കർത്താവ്, എൻ്റെ ആഗ്രഹം നടക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ളൊരു വിവാഹം നടക്കാത്തവർ പ്രാർത്ഥിക്കേണ്ട രീതിയാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ ആഗ്രഹം നടക്കണ്ട, അവിടുത്തെ തിരുഹിതം നടന്നാൽ മതി. എൻ്റെ ആഗ്രഹം, എനിക്ക് അദ്ദേഹം എഞ്ചിനീയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സുകാരനായിരിക്കണം, അല്ലെങ്കിൽ UK ജോലിയുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ആളായിരിക്കണം. എൻ്റെ ആഗ്രഹം ഇതാണ്, അത് പറയാം. പക്ഷെ എൻ്റെ ആഗ്രഹം നടക്കുന്നതാണോ പ്രാർത്ഥന? ആണോ? എനിക്കറിയാവോ, എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച ആളാണല്ലോ. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടിയോട് പറയാം ഞാൻ, എനിക്കറിയാൻ പറ്റുമോ എനിക്ക് ഏതാണ് ഏറ്റവും നല്ലതെന്ന്? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെത്താനിരുന്ന വ്യക്തി മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണം, എനിക്ക് തിരുവചനപ്രകാരം ജീവിക്കണം. ഈ തിരുവചനം വായിക്കാനും അത് കേൾക്കാനും അതിനനുസൃതമായി ജീവിക്കാനുള്ള സാഹചര്യമുള്ള, അതിന് പറ്റിയ ഒരു ബന്ധം എനിക്ക് തരണമേ. അങ്ങനെ കർത്താവ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എൻ്റെ ആഗ്രഹം ഇന്നതുപോലെയാണ്. ഒരു ഡെൻ്റൽ ടെക്നീഷ്യൻ ആയിരിക്കണം എന്നാണ്, അല്ലൊരു ഡെൻറ്റിസ്റ്റ് ആയിരിക്കണം എന്നാണ്, അല്ലൊരു എഞ്ചിനീയർ ആയിരിക്കണം എന്നാണ്, അതല്ലെങ്കിൽ ജർമ്മനി ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നാണ്. നിങ്ങൾ കേൾക്കുന്നവർ, ഇവിടെ ഇരുന്ന് കേൾക്കുന്നവരും അങ്ങ് ദൂരെ ഇരുന്ന് കേൾക്കുന്നവരും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. എന്നിട്ട് പറയണം കർത്താവിന്, കർത്താവേ, അവസാനം പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ പറയണം, എൻ്റെ ഇഷ്ടം നടക്കരുത് കർത്താവേ. ഞാനീ പറഞ്ഞൊക്കെ എൻ്റെ ഇഷ്ടമാണ്, എന്നാൽ എൻ്റെ ഇഷ്ടം നടക്കരുത്, സ്വർഗത്തിൻ്റെ ഇഷ്ടം മാത്രമേ നടക്കാവൂ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ. അതാണ് പ്രാർത്ഥന. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ? ജീവനുള്ള ദൈവം പ്രവർത്തിച്ചിരിക്കും. ജീവനുള്ള ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവം നമ്മോട് ഇടപെടും. പണ്ട് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മെ വിളിച്ചത് എങ്ങനെയാണ്? നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. പുതിയ സഭയിലെ ദൈവമക്കളെല്ലാം, എൻ്റെ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് നിങ്ങൾ എത്ര പേര് കൊതിയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ദൈവം സംസാരിക്കും. ഞങ്ങൾക്ക് വ്യക്തമായി കർത്താവ് ഒരു ഉറപ്പ് തന്നു. ഞങ്ങൾ ശബ്ദം കേട്ടു എന്നല്ല, വ്യക്തമായ ഉറപ്പ്. ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടല്ലോ മക്കളെ എന്നുള്ള ഉറപ്പ്. തുടർന്ന് അത്ഭുതകരമായിട്ടാണ് ആ കാര്യത്തിന് പരിഹാരം വരുന്നത്. ഇതെല്ലാം ഞങ്ങളുടെ അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ. എന്താണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങൾ വിശ്വാസികളായിരിക്കണം. ആരിലാണ് വിശ്വസിക്കേണ്ടത്? ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കണം, ഈ ക്രിസ്തുവിൻ്റെ വചനത്തിലും വിശ്വസിക്കണം. ഇത് മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കണം. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് പൂർണ്ണ സത്യമാണ്. ദൈവത്തിൻ്റെ തിരുവചനം ഇന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 10:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ്
കൊരിന്തിലുള്ള വിശുദ്ധന്മാരായ ദൈവങ്ങളോട് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മളെല്ലാവരും നമ്മുടെ നാം എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പകൽ മേഘസ്തംഭം കണ്ടു, രാത്രി അഗ്നിസ്തംഭം കണ്ടു. ജീവനുള്ള ദൈവം മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ അവിടുത്തെ പീഡയും ദുരിതവുമെല്ലാം കണ്ട് കനാൻ ദേശേക്ക് യാത്ര പുറപ്പെടുവാനായിട്ട് മോശ എന്ന പ്രവാചകന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവനുള്ള ദൈവം അവരെ നടത്തിക്കൊണ്ട് വന്നു. എല്ലാവരും ഒരുപോലെ കണ്ടതാണ്. പകൽ മേഘസ്തംഭം കണ്ടതാണ്, രാത്രി അഗ്നിസ്തംഭം കണ്ടതാണ്. പാറയിൽ നിന്ന് ദൈവത്തിന്റെ അഭിഷിക്തനായ മോശ പറഞ്ഞപ്പോൾ വെള്ളം പുറപ്പെട്ടു വരുന്നത് കണ്ടതാണ്. നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടവരാണ്. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു വരുന്നു. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത പോലെ പാറയുണ്ടോ എന്ന് ചിന്തിക്കണം. ആ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു, കണ്ടതാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടതാണ്. ചെങ്കടല്. ചിന്തകന്മാരായ ദൈവമക്കൾ, പണ്ഡിതന്മാരായ ദൈവമക്കൾ പറയുന്നത് 6 ലക്ഷം പുരുഷന്മാര്, ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 3 പിള്ളേർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 6 3 18, പിന്നെ ഭാര്യയുണ്ട്. ഒരു 10-30 ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്നു. ഇതെല്ലാം പറയുമ്പോൾ തെറ്റല്ലാത്ത ചിന്തകൾ നിങ്ങൾക്ക് ചിന്തിക്കാം. ഫറവോനും സൈന്യവും ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ചെങ്കടൽ ഇങ്ങനെ മെത്തി മേതാളിച്ച് കിടക്കുന്നു. ചെങ്കടൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങ് പുറകിൽ നിന്ന് ഫറവോനും സൈന്യവും വരുന്നു. വലിയ എന്തെങ്കിലും ഉണ്ടോ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ? ഒന്നുമില്ല. അവരെന്ത് ചെയ്യും? അങ്ങോട്ട് ചാടണോ? അല്ല, ഇനി എന്തായിരിക്കും സ്ഥിതി? ഇവിടെ തീരുകയാണെന്ന് ചിന്തിച്ചതാണ്. എന്നാൽ വളരെ വ്യക്തമായി ജീവനുള്ള ദൈവം അവർക്ക് ചെങ്കൽപ്പാത ഒരുക്കി. ഞാൻ വിശ്വാസിയായതുകൊണ്ട് ഞാനങ്ങനെ ഇത് പറയുമ്പോൾ, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണും, 2 സൈഡിലും ഭിത്തിയുണ്ടോ? മിണ്ടൂല അല്ലേ? മതിൽ കെട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എങ്ങനെ നിൽക്കുകയാണ്? വെള്ളം ചെറിയായിട്ട് നിൽക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ ഒരക്ഷരം വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്ത ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, വെള്ളം ചിറ പോലെ നിന്നു എന്ന്. 2 സൈഡിലും മതിൽ കെട്ടിയിട്ട് അപ്പുറയല്ല നിന്നത്. അതാണ് വിശ്വാസം, പ്രിയപ്പെട്ടവരെ. എന്നാൽ അവർ കൈകൊണ്ട് തൊട്ടു, വെള്ളം ചാടുന്നില്ല. ഉണങ്ങിയ നിലത്തുകൂടി 30 ലക്ഷം പേര് ഒരുമിച്ച് പോവുക. 30 ലക്ഷം പേര് ഒരുമിച്ചിങ്ങനെ പോകണമെങ്കിൽ എന്തുമാത്രം ദൂരത്തിൽ സ്ഥലം, ഉണങ്ങിയ നിലം കണ്ടു കാണും. ഉണങ്ങിയ നിലം, ഒരു തുള്ളി വെള്ളമില്ല. ഉണങ്ങിയ നിലത്തൂടി അവർ അക്കരെ കിടന്നു. അത് കണ്ടത് മോശ മാത്രമല്ല, അഹ്റോൻ മാത്രമല്ല, മിരിയാം മാത്രമല്ല, മുഴുവൻ ആളുകളും നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ടു. ഇതെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും, ഏതെല്ലാം അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും, നാം അത് പൂർണ്ണമായി വിശ്വസിച്ച് ഇത് അനുഭവഭേദ്യമാക്കിയില്ലെങ്കിൽ നാം എന്ത് സംഭവിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 10:1 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. വിശദീകരിക്കാൻ നേരമില്ല. അവർ മോശയോട് ചേർന്ന് നിന്നവരാണ്. നിങ്ങൾക്കും ഇവിടെ ദൈവമക്കൾ പലരും വചനം പറയുന്ന ഞങ്ങൾ ദൈവമക്കളോട് നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ശരിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ലഭിക്കുമെന്ന്, പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന്. അതുകൊണ്ട് ഒന്നും കാര്യമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ നോക്കേണ്ടവരെ നോക്കിയില്ലെങ്കിൽ, നിങ്ങൾ ക്രൂശിലേക്ക് നോക്കിയില്ലെങ്കിൽ, ദൈവമക്കൾ വിശദീകരിച്ചതുപോലെ തിരുരക്തം പുരണ്ട കരം നിങ്ങൾ കാണുന്നില്ലെങ്കിൽ, ആ രക്തമാണ് എന്നെ രക്ഷിക്കുന്നത്, തിരുമുറിവുകളാണ് എന്നെ രക്ഷിക്കുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവസാനം രക്ഷാ തുറമുഖത്തെത്തുകയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. വായിച്ചോളൂ. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന്, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അത് വേറെ വിഷയമാണ്. പിന്നെ മോശയോട് ചേർന്ന് നിന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു. എല്ലാവരും മഞ്ഞയും കാടപ്പക്ഷിയും എല്ലാം കഴിച്ചു. കൃത്യമായിട്ടെല്ലാം നടന്നതാണ്. എല്ലാവരും കാടപ്പക്ഷിയും ധാരാളം മഞ്ഞയും കാടപ്പക്ഷിയും അതാത് ദിവസത്തേക്കുള്ള എല്ലാം പുതിയതെല്ലാം കൊടുത്തു. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറേയും കണ്ടില്ല. തിരുവചനം വായിക്കണം, അപ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളൂ.
ഉൽപ്പത്തി പുസ്തകം വായിക്കണം, സമയം കളയരുത്, ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. എന്നിട്ടോ എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത വാക്കാണ് ഭയാനകമായ വാക്ക്. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. കേട്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ഏതെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലും, ഏതെല്ലാം അടയാളങ്ങൾ നാം കണ്ടെങ്കിലും, ഏതെല്ലാം അത്ഭുതകരമായ രോഗസൗഖ്യം നമുക്ക് ലഭിച്ചെങ്കിലും, ഏതെല്ലാം അത്ഭുതകരമായ കടബാധ്യത അത്ഭുതകരമായ കർത്താവ് നമുക്ക് മാറ്റി തന്നെങ്കിലും, നാം എങ്ങനെയാകരുത്? ഈ ലോകത്തിനനുസരിച്ച് നാം ജീവിക്കരുത്. ഈ ലോകത്തിൻ്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കരുത്. എന്താണ്? പാപം ജീവിതത്തിൽ വരരുത്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ദുർമോഹികളാകരുത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു കാരണവശാലും പാപം വെച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിക്കാനിട വരരുത്. പാപത്തോട് പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നോളണം. കൂട്ടായ്മയിൽ വന്നു, ദൈവത്തിൻ്റെ വചനം കേട്ടു, ഒരേ ആത്മീയ ആഹാരം അനുഭവിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. സത്യമാണ് പറയുന്നതെല്ലാം, പരമസത്യമാണ്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം വെച്ച് ഇന്നും നമ്മെ അനുഗ്രഹിച്ചു വിടും. ഇനി വീണ്ടും കർത്താവ് അനുഗ്രഹിക്കും. എന്നാൽ നാം വിശ്വാസികളായി നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഒരു കാരണവശാലും തെറ്റ് വരികയില്ല എന്നുള്ള വ്യക്തമായി തീരുമാനത്തോടെ നിന്നില്ലെങ്കിൽ നാം നഷ്ടപ്പെട്ടു പോകും. അവരെ തള്ളിക്കളഞ്ഞു എന്നാണ്. എന്ത്? അവരെ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. മരുഭൂമിയിൽ തള്ളിക്കളയും. നമുക്ക് നാശം വരാനിട വരരുത്. നാം ജീവിതത്തിൽ തെറ്റുവെച്ചുകൊണ്ട് ഒരിക്കലും മുമ്പോട്ട് ജീവിതം നയിക്കാനിട വരരുത്. ഒരു കാരണവശാലും തെറ്റ് വരരുത്. മനസ്സറിഞ്ഞൊരു തെറ്റ് വരരുത്. ഒരു പാപം വരരുത്. പിശാച് ഇങ്ങനെ നമ്മുടെ പിന്നാലെ നടന്നുകൊണ്ട് ഏത് വിധേയയും നമ്മൾ വീഴിക്കാനായി നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. മറക്കരുത്. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, എൻ്റെ കർത്താവേ എന്നോടൊന്ന് ഇടപെടണമേ. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവമായ ദൈവദാസന്റെ നാവിലൂടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജഡത്തിൽ കുറെ തീരുമാനമൊക്കെ എടുക്കും, നിങ്ങൾ 20 അധ്യായം വായിക്കും, 30 അധ്യായം വായിക്കുന്നൊക്കെ തീരുമാനമൊക്കെ എടുക്കും, നിങ്ങൾക്കതൊന്നും സാധിക്കില്ല. ഞാൻ അന്നും ഞെട്ടലോടെ ഓർത്തു. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നറിയോ? സ്വയമേ ഒന്നും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തീരുമാനങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ്, എന്നാൽ എനിക്കൊന്നും സാധിക്കില്ല എന്ന്. എനിക്കെൻ്റെ യേശു കൂടാതെ എനിക്കൊരു സെക്കൻഡ് പോലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന്. ഞാനൊരു നിസ്സഹായനായ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. ജീവനുള്ള ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചല്ലാതെ, ആത്മാവിനാൽ ജഡത്തിൻ്റെ ബലഹീനതകളെ, ശരീരത്തിൻ്റെ ബലഹീനതകളെ മരിപ്പിച്ചല്ലാതെ ഒരിക്കലും ജീവിക്കുക സാധ്യമല്ല. ഒരു ആത്മീയനായി ജീവിക്കുക സാധ്യമല്ല. നാണത്തോടെയാണ് ഞാൻ പറയുന്നത്, ലജ്ജയോടെ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു ഇറങ്ങി വരിക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാം, എന്നാൽ ജീവനുള്ള ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇരിക്കുന്ന അറിയുന്നു, എഴുന്നേൽക്കുന്ന അറിയുന്നു, എൻ്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. മകനെ, നീ ഇന്ന് ആകുലപ്പെട്ടാണ് വന്നതെന്ന് കർത്താവിനറിയാം. മനുഷ്യർക്ക് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ നിനക്ക് ആശ്വാസം തരുവാനായി ക്രിസ്തുവോട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കാകെ ചൂണ്ടിക്കാണിച്ചതിന് ഒരേ ഒരു വ്യക്തി മാത്രം. ഞങ്ങളാരും നല്ലവരാണെന്നാണോ പറഞ്ഞത്? അല്ല പ്രിയപ്പെട്ടവരെ, ആ സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന്. അതുകൊണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് പോരുമ്പോൾ കിലുകില വിറച്ചുകൊണ്ടാണ് പോരുന്നത്. നിങ്ങൾ വിചാരിക്കും ധൈര്യമൊക്കെ ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ എന്ന്. വിറച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തിലുള്ള വാളാണ്. അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഞങ്ങൾ ദൈവവേല ചെയ്യുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഭയത്തോടെയാണ്, വിറയലോടുകൂടിയാണ്. കാരണം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ എന്താണ്, ഞാൻ എൻ്റെ ശരീരത്തെ
ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് അപ്പോസ്തലൻ പറഞ്ഞു ഒരിക്കൽ. അതുകൊണ്ട് വചനം പറയുന്നത് ഭയപ്പെട്ടതെന്നാണ്. ആരേക്കാൾ യോഗ്യത ഉള്ളതുകൊണ്ടല്ല, എന്നാൽ ജീവനുള്ള ദൈവം എന്നെ സ്നേഹിച്ചു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ശാപഗ്രസ്തനായിരുന്ന എന്നെ, ഭ്രാന്തൻ്റെ മകനായിട്ട് നടന്നേണ്ടവനായിരുന്നു എന്നെ. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ ഈ റോട്ടിൽ കൂടെ നടന്നു വന്നപ്പോൾ ഞാൻ ആ ദൈവവേദലിനോട് പറഞ്ഞു, ഞാനൊരു ശാപഗ്രസ്തനായ മനുഷ്യനായിരുന്നല്ലോ, ഞാൻ ഒരിക്കലും ഇന്ന് അനുഭവിക്കുന്ന സമാധാനം അനുഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടോ കർത്താവിന് എന്നോട് കരുണ തോന്നി, എന്തുകൊണ്ടോ ജീവനുള്ള ദൈവത്തിന് എന്നോടൊരു വാത്സല്യം തോന്നി, എന്തുകൊണ്ടോ കർത്താവിന് എന്നോടൊരു സ്നേഹം തോന്നി. അതുകൊണ്ട് ക്രിസ്തു ഉള്ളിടത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ജീവനുള്ള ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ നാവിൽ വരച്ചു തന്നു. അവിടുന്ന് എൻ്റെ മേൽ സ്നേഹത്തിൻ്റെ കൊടി ഇന്ന് പാറിച്ചുകൊണ്ട് നിൽപ്പൻ്റെക്കോണം ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ കീഴിലേക്ക് എന്നെ അവിടുന്ന് കൊണ്ടുവന്നാക്കി. ലോക പാപ പിശാച് കാണാതെ സൂക്ഷിക്കുന്നതുകൊണ്ട് മാത്രം അവിടുത്തെ കരുണയാൽ മാത്രം ഞാൻ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ അങ്ങനെ തന്നെ വിശ്വസിക്കണം. സത്യമായും ക്രിസ്തുവിടെ വന്നിട്ടുണ്ട്. തൻ ജനത്തെ കണ്ടുകൊണ്ട് കർത്താവ് പുഞ്ചിരി തൂകിയിരിക്കുകയാണ്. ഇതെല്ലാം വിളിച്ചു പറയുമ്പോൾ കർത്താവ് എന്നെ കോപത്തോടെ നോക്കുകയല്ല, കർത്താവ് എന്നെ മാറ്റി നിർത്തുകയല്ല, നീ ഇനി വചനം പറയേണ്ടെന്ന് കർത്താവ് പറയുകയല്ല. കാരണം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. നീ ഏതെല്ലാം പാപത്തിൽ അകപ്പെട്ടു പോയെങ്കിലും, ഏതെല്ലാം തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ വന്നെങ്കിലും, നീ എന്നെ സ്നേഹിക്കുന്ന ഒരു ജീവനുള്ള ദൈവം എൻ്റെ യേശു സ്നേഹം മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ സ്നേഹമുള്ള ക്രിസ്തുവിനെ മാത്രം നിങ്ങളൊന്ന് നോക്കുമോ? ക്രിസ്തുവിടെ അരികിൽ വന്നിട്ടുണ്ട്. ആ ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ മനുഷ്യരുടെ ശബ്ദമല്ല, ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശബ്ദം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് തലകളെ വണക്കാം. യേശുവിടെ വന്നിട്ടുണ്ട്. നിങ്ങളാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ക്രിസ്തുവിൻ്റെ തലോടൽ അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ മാറ്റി നിർത്തുന്നവനല്ല ക്രിസ്തു. നിങ്ങളെ ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനമെടുത്തു. 31-ാം തീയതി രാത്രി തീരുമാനമെടുത്തു. 1-ാം ഞായറാഴ്ച വന്നപ്പോൾ തീരുമാനമെടുത്തു. തെറ്റിപ്പോയവരല്ലേ പലരും നിങ്ങൾ. എനിക്കൊന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിൽപ്പാനില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്തെങ്കിലും എനിക്ക് അവകാശവാദം പറയാനുണ്ടോ? ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാനില്ല. ഞാൻ ആകെ വരുന്നത് പാപിനിയായ സ്ത്രീ വന്നതുപോലെ ആ കാൽപാദത്തിൽ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട്, ആ കാൽപാദം എൻ്റെ പാപങ്ങൾ വന്നുപോയല്ലോ എന്നോർത്തുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ആ കാൽപാദം മുത്തിക്കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ആ കാൽപാദവുമായി യേശു വന്നിട്ടുണ്ട്. ആ മുറിഞ്ഞ കാൽപാദവുമായി യേശു വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് പാപിനിയായ സ്ത്രീ മുത്തിയപ്പോൾ അന്ന് ആ കാലിൽ അന്ന് ചോരപ്പാടില്ല, അന്ന് തിരുരക്തമില്ല. എന്നാൽ നിന്നെ രക്ഷിക്കുന്ന തിരുരക്തമാണ് മകനെ. നിനക്ക് വീണ്ടെടുപ്പ് തരുന്ന തിരുരക്തമാണ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുന്ന തിരുരക്തമാണ്. ആ യേശുവിന്റെ രക്തത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളൂ. യുഗപരിപാടിയിൽ യേശു നമ്മെ ഉൾപ്പെടുത്തി. ജീവനുള്ള ക്രിസ്തു നമ്മളെയും ചേർത്ത് നിർത്തി. അത്ഭുതകരമായ വചനം നമുക്ക് തന്നു. അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. അവിടുന്ന് നമ്മുടെ ശാപം മാറ്റി. അവിടുന്ന് നമ്മുടെ ബന്ധനം അഴിച്ചു. യേശു ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ആർക്കെല്ലാം യേശുവിനെ വേണം? ആരെല്ലാം യേശുവിനെ ചാടി പിടിക്കാൻ കൊതിയോടെ കൈനീട്ടി കൊടുക്കുന്നുണ്ട്? നിങ്ങൾ ആരെല്ലാം നിൽക്കുന്നുണ്ട്? ആരെല്ലാം ആഗ്രഹത്തോടെ നിൽക്കുന്നുണ്ട്? നിങ്ങൾ പറയൂ, എൻ്റെ യേശുവേ, എന്നെ ഒന്ന് പിടിക്കണമേ എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയൂ. എന്നിട്ട് കൈ നിങ്ങൾ നീട്ടിക്കൊടുക്കാൻ ആരെല്ലാം തയ്യാറാകുന്നുണ്ട്? ഞങ്ങൾ ആരും നോക്കുന്നില്ല, ആരും പരസ്പരം നോക്കണ്ട. എൻ്റെ നാഥ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. രക്തപ്പുരുടെ കരം ഞങ്ങൾ നേരെ നീട്ടുന്നുണ്ടല്ലോ. അവിടുന്ന് രോഗികളുടെ മേൽ ഇപ്പോൾ കരം വെക്കുന്നുണ്ടല്ലോ. അവിടുന്ന് ആവശ്യക്കാരുടെ മേലെ അവിടുത്തെ കരം അവരെ കോരി എടുക്കുന്നുണ്ടല്ലോ. അവരെ മാറോട് ചേർത്ത് അടയ്ക്കുന്നുണ്ടല്ലോ. ഒറ്റ കാര്യം മാത്രം നമുക്ക് പറയാം, പ്രിയപ്പെട്ടവരെ, കർത്താവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. പാപത്തോടിതാ യാത്ര പറയുന്നു, പിശാചിനോടിതാ യാത്ര പറയുന്നു, സാത്താനോടിതാ യാത്ര പറയുന്നു. നിങ്ങൾ ആരെല്ലാം പറയുന്നുണ്ട്? നിങ്ങൾ പറഞ്ഞോ പ്രിയപ്പെട്ടവരെ, പിശാചിനോടിതാ യാത്ര പറയുന്നു. നിങ്ങൾ പറയൂ, പിശാചിനോടിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. സാത്താനോടിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. പാപത്തോടിതാ എന്നേക്കുമായി യാത്ര പറയുന്നു. യേശുവിനെ എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു. യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു. എന്റെ യേശുവേ, ഞാൻ മനസ്സറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ എല്ലാ പാപ
പാപങ്ങളും അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങൾക്ക് കഴുകി തരണമേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി തരണമേ. കർത്താവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. ആരെല്ലാം അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, അവരുടെ കരം ഉയർത്തി കൊടുത്തുള്ളൂ. ജീവനുള്ള ക്രിസ്തു ഇപ്പോൾ വന്ന് തൊടുകയാണ്. നിങ്ങൾ ലജ്ജിക്കേണ്ട പ്രിയപ്പെട്ടവരെ, നാണിക്കണ്ട. ഇനി നമുക്ക് കൂടി കണ്ടില്ലെങ്കിലോ, എന്റെ നാഥ ഉയർത്തി പിടിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ആണിപ്പാറുള്ള കരം പിടിക്കുന്നതിനായി സ്തുതി. അവരുടെ കാര്യം കർത്താവ് ഏറ്റെടുക്കുന്നതിനായി സ്തുതി. തിരുരക്തം പുരട്ടുന്നതിനായി സ്തുതി. രോഗം മാറ്റുന്നതിനായി സ്തുതി. ബന്ധനം അഴിക്കുന്നതിനായി സ്തുതി. കർത്താവെ, അവിടുന്ന് വന്നിട്ടുള്ളതിനായി സ്തുതി. മാലാഖമാരോട് വന്നിട്ടുള്ളതിനായി സ്തുതി. കർത്താവെ, ധൃതി പിടിച്ച് അനേകരുടെ പേര് എഴുതി എടുക്കുന്നതിനായി സ്തോത്രം. നാഥ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. കടബാധ്യമായി വലഞ്ഞു വന്നവരുണ്ടല്ലോ കർത്താവേ, അവർക്ക് പരിഹാരം അവിടുന്ന് കൊടുക്കണമേ. അവിടുത്തെ ആണിപ്പാടുകരം വെക്കണമേ. രോഗിയായിട്ടുള്ള കുഞ്ഞിനെ കർത്താവേ, എന്റെ അപ്പ അവിടുന്ന് ഹോൾ അടയ്ക്കാൻ മതിയായവരാണല്ലോ കർത്താവേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ പൗലോസ് ചേട്ടന്റെ മേലും അവിടുത്തെ അത്ഭുതകരം വെക്കണമേ. രോഗികളുടെ മേലും അവിടുത്തെ കരം വെക്കണമേ. അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമരക്ഷകനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമീൻ. കരങ്ങളെ താഴ്ത്തിയിടാം. സ്തോത്രം.